NDA മൂന്നാം സ്ഥാനത്തുമായിരുന്നു. ഇക്കുറി പക്ഷേ അത്തരത്തിലുള്ള ശബരിമല യുവതി പ്രവേശന വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി ഇപ്പോൾ മണ്ഡലത്തിലില്ല. മറിച്ച് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, അത്തരത്തിലുള്ള പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഊന്നിയാണ് ഇക്കുറി മൂന്ന് മുന്നണികളും പ്രചരണം നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പത്തനംതിട്ട അഭിസംബോധന ചെയ്യാൻ പോകുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം പ്രസംഗത്തിൽ പറയുക, ഒപ്പം തന്നെ എന്ത് രാഷ്ട്രീയം ഈ ഒരു വേദിയിൽ പറയും എന്നതുകൂടി വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും അനിൽ ആന്റണി NDA സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ PC ജോർജ് ആയിരിക്കും ഒരുപക്ഷെ NDA സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നാണ് സൂചനകൾ വന്നിരുന്നത്. ഏറ്റവും ഒടുവിലാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്. അനിൽ ആന്റണി യുവ നേതാവാണ്. പ്രധാനമന്ത്രി ഉൾപ്പെട്ട തെരഞ്ഞെടുപ്പ് കേന്ദ്ര സമിതിയാണ് അനിൽ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചത്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിക്ക് ഏറ്റവും ഒടുവിൽ നടക്കുകയുള്ളതും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ വോട്ട് എങ്ങനെയായിരിക്കും NDAക്ക് ലഭിക്കുക എന്ന ഒരു കണക്ക് കൂടിയുണ്ട്. അപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. 40% വോട്ടുകൾ ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ ഉള്ളവരുണ്ട്. അപ്പോൾ അത്തരം വോട്ടുകൾ എങ്ങനെ സമാഹരിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും NDA നേതൃത്വവും ഒപ്പം തന്നെ അണികളും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അഭിസംബോധന ചെയ്യുകയാണ്. കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ കയറ്റുമതിയുടെ ഇൻസെന്റീവ് 5 രൂപ അധികം. പത്തനംതിട്ടയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടു കണ്ടു. സമഞ്ജസമായി കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ കയറ്റുമതിയുടെ ഇൻസെന്റീവ് 5 രൂപ അധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് നരേന്ദ്രമോദിജിയെ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ പുരോഗതി, കേരളത്തിലെ സമ്പൽ സമൃദ്ധമാക്കാനാണ് കഴിഞ്ഞ 10 വർഷവും പരിശ്രമിച്ചത്. 10 വർഷം നരേന്ദ്രമോദിജി കേരളത്തെ കൈയയച്ച് സഹായിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നുള്ള MP-മാരെ തെരഞ്ഞെടുത്തയക്കാനാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അനുഗ്രഹം തേടാൻ ശ്രീ V. മുരളീധരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ നിന്ന് അനിൽ K. ആന്റണി മോദിജിയുടെ അനുഗ്രഹം തേടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്.